ഹായ്, മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇപ്പോൾ രാവിലെ ഇന്നൊരു ചെറിയ കിച്ചൺ വീഡിയോ ആണ് എടുത്തത്. അപ്പോൾ ഇൻട്രോ പറയാതെയാണ് ഞാനിന്ന് വീഡിയോ എടുത്തത്. വീഡിയോ ഇതാക്കാനായിട്ട് ഇൻഷോട്ട് ചെയ്യാനായിട്ട് എടുത്തപ്പോഴാണ് ഓർമ്മിക്കുന്നത്, രാവിലെ ഇൻട്രോ പറയാതെയാണല്ലോ വീഡിയോ പിടിച്ചിട്ടേക്കുന്നതെന്ന്. അപ്പം ഇന്ന് ചെറിയൊരു കിച്ചൺ വീഡിയോ ആണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു മീൻകറി, നമ്മുടെ നെയ്ച്ചാള തന്നെയാണെന്നും. അപ്പോൾ ഞാനത് പച്ചയ്ക്ക് നമ്മുടെ നാളെ ഞാൻ പുളി വെച്ചല്ലേ കാണിച്ചത്. ഇന്ന് ഞാൻ നാടൻ മീൻകറി വയ്ക്കാൻ പോവുകയാണ്. അതിന് വേണ്ടി ചട്ടി അടുപ്പിലേക്ക് വെച്ചു. എന്നിട്ട് നാടൻ അരപ്പരച്ച് അതിലേക്കിട്ടു. എൻ്റെ സ്റ്റാൻഡ് എന്ത് ചെയ്തു എന്ന് എനിക്കൊരു പിടുത്തവുമില്ല. എവിടെയോ ഒളിച്ചിരിപ്പുണ്ട്. മോള് പറക്കി ഒതുക്കി എവിടെയോ വെച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഈ കട്ടിലിൻ്റെ അടിയിൽ വീണുപോയോ എന്തോ. കട്ടിലിൻ്റെ അടിയിൽ വീണുപോയോ അത് നോക്കി എടുക്കുന്ന കാര്യം പാടാണ്. എൻ്റെ കുട്ടൂസ് മോൻ വന്നെങ്കിലേ ഇനി അത്. അപ്പം നല്ല ഒരു നാടൻ മീൻ കറിയാണ് ഞാനിന്ന് വയ്ക്കാൻ പോകുന്നത്. പക്ഷേ എനിക്ക് നാടൻ പച്ചമുളക് കിട്ടാൻ ഒരു വഴിയില്ല. നല്ലൊരു നാടൻ പച്ചമുളക് ഞാൻ ഈ ജനലിൽ പാവാനായിട്ട് നല്ല മണമുള്ള മുളക് കൊണ്ട് വെച്ചിരുന്നു. ഞാൻ പഴിപ്പിച്ച് നല്ല ഇതായിട്ട് പാവാനായിട്ട് അത് പാവി അരിയെടുത്ത് ഞാൻ അല്ലാതെ കടമുളകും കാന്താരി മുളകും ഉണ്ട്. ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കാം. കറി കലക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഗ്യാസ് കത്തിച്ചു. ഭയങ്കര തലവേദന. കരിവേപ്പില ഇട്ടു. പച്ചമുളക് ഇട്ടു. അരപ്പിരിക്കുന്നു. ഇനി തക്കാളിക്ക് എടുക്കുമ്പോൾ നമ്മൾ നോക്കി വേണം ഉപയോഗിക്കാൻ. ഇനി ഞാനിടാൻ പോകുന്നത് നമ്മുടെ ഏറ്റവും പ്രധാന സാധനം ഉപ്പാണ്. എന്തൊക്കെയുണ്ട് നിങ്ങളുടെ നാട്ടിലൊക്കെ വിശേഷം? എല്ലാവരും സുഖമായിട്ട്, കറി തിളയ്ക്കട്ടെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? മഴയൊക്കെ ഉണ്ടോ? മഴയും ചൂടും എല്ലാം ഉണ്ടല്ലേ. എല്ലാം മാറിയും തിരിഞ്ഞുമുണ്ട്. ചൂടിന് ചൂടും മഴയ്ക്ക് മഴയും എല്ലാം കൂടെ ഒരുമിച്ചാണ്. തേങ്ങയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് നല്ലതുപോലെ പിടിച്ച് ചിലവാക്കാം. കാര്യം പറഞ്ഞില്ലേ, അത്രയ്ക്ക് തേങ്ങയും വെളിച്ചെണ്ണയൊക്കെ ആ രീതിക്കുള്ള വിലയിലേക്ക് പോയിരിക്കുകയാണ്. നമുക്ക് ഒരു മുറി തേങ്ങ ചിലവാക്കുന്നിടത്ത് നമുക്കത് അതിൻ്റെ പകുതിയിലേക്ക് കൊണ്ടുപോകണം.
വെളിച്ചെണ്ണ ചിലവാക്കുന്ന നേരിയ പകുതിയിലേക്ക് മാറ്റിക്കൊള്ളണം. അത്യാവശ്യത്തിന് മാത്രം. അത്ര വില കൂടുതലാണ് സാധനങ്ങൾക്ക്. നമ്മൾ കുറയ്ക്കാമെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിനും അതിൻ്റേതായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷേ എനിക്ക് വെളിച്ചെണ്ണയിൽ യാതൊരു കുഴപ്പമില്ല. വെളിച്ചെണ്ണ ഞാൻ കൂടുതൽ ഉപയോഗിക്കാറുമില്ല. പക്ഷേ എനിക്ക് പുട്ടൊക്കെ അവിക്കുമ്പം പഴവും വേറൊന്നും വേണ്ട. പക്ഷെ തേങ്ങ എനിക്ക് പുട്ടൊക്കെ അവിക്കുമ്പോൾ തേങ്ങ ഇട്ടെങ്കിൽ എനിക്ക് തേങ്ങ കൂട്ടി കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. അതുപോലെ നമ്മൾ കഞ്ഞി എടുത്താൽ ചിലർ കഞ്ഞിയിൽ തേങ്ങ ഇട്ട് കുടിക്കത്തില്ല. തേങ്ങാപ്പാലൊന്നും ചേർക്കത്തില്ല, വെറുതെ. പക്ഷെ നമ്മൾ കഞ്ഞി എടുത്ത് നമ്മൾ ഇത്തിരി തേങ്ങയോ അങ്ങനെ, ഇപ്പോൾ കഞ്ഞിയെടുപ്പില്ല എന്നാലും പണ്ടൊക്കെ ആയാലും അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം കഞ്ഞിയെടുപ്പും കുടിയൊന്നുമില്ല. കഞ്ഞിയായിട്ട് അങ്ങനെ കിടക്കുന്നെങ്കിലോ അല്ലെങ്കിൽ വൈകിട്ട് ചിലപ്പോൾ ഒരു കഞ്ഞിയും പയറും വെപ്പം, അങ്ങനെയൊക്കെ ഉള്ള ഇതേ ഉള്ളൂ. അപ്പം നമ്മുടെ കറി തിളയ്ക്കുമ്പം നമുക്ക് നമ്മുടെ മീൻ അതിലേക്ക് ഇടണം. ഭയങ്കര പെരിപ്പങ്ങനെ ഇവിടെ കറി തിളച്ചിട്ടുണ്ട്. മീനൊക്കെ ഇട്ടതിൽ അപ്പം കറി ഇതായി വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അടുത്തതായിട്ട് ഇനി ഇത് മീൻ വറുക്കാൻ ചെയ്ത് 5-6 എടുത്ത് വറുക്കണം. എന്നിട്ട് മൊത്തത്തിൽ അരപ്പ് പുരട്ടിയിട്ട് 5-6 വറുക്കണം. ബാക്കി അരപ്പ് പുരട്ടി അങ്ങ് ഫ്രിഡ്ജിലേക്ക് വെക്കാനാണ്. നല്ല നെയ്ച്ചാളയാണ്, നല്ല സൂപ്പർ നെയ്ച്ചാള. കണ്ടോ, നല്ല ഇളയല്ലേ, നല്ല സൂപ്പർ ചാള. ഇതിൻ്റെ വലിയ ചാളകൾ ഇനി വരും. ഇതിപ്പോൾ ഇറങ്ങി തുടങ്ങിയല്ലേ ഉള്ളൂ. ഇത് ഞാനിന്ന് കൂട്ടാൻ വയ്ക്കാനായിട്ട് പോകുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പം മീൻകറി ഞാൻ അപ്പുറത്തേക്ക് ഇറക്കി വെച്ചു. എന്നിട്ട് നമുക്ക് മീൻ വറുക്കാനായി ഇതിലോട്ടൊരു ഫ്രൈ പാനും വെച്ചു. അതൊന്ന് ചൂടാവട്ടെ. കാലാവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ടാണ് എല്ലാവർക്കും ശരീരം കഴപ്പും വേദനയും. പനിയില്ല, കയ്യും കാലും കഴപ്പും ശരീരം വേദന, അതെല്ലാം. ഇന്നലെ ഞാൻ ക്ലാസ്സിന് പോയിട്ട് ക്ലാസ്സിൽ ചെന്നപ്പോഴും എല്ലാവർക്കും ഇത് തന്നെ പറച്ചിൽ. അടുത്തിരിക്കുന്നവർക്കും എല്ലാം, വന്നവർക്ക് അത്രയും വിക്സ് ഉണ്ടോ, ടൈഗർ പോകണ്ടോ, ഇതൊക്കെ തന്നെ. ഈ കാലാവസ്ഥയുടെ ഒരിതും പിന്നെ ആ ഒരിതാണ് പ്രധാനമായിട്ട് നിൽക്കുന്ന. ആ ഒരിതാണ് കാര്യം. എപ്പോഴായാലും ഈ ചൂടും വെയിലും കൂടെ അറിയും തിരിഞ്ഞും വരുന്ന കാലാവസ്ഥയാകുമ്പോഴത്തേക്ക് മനുഷ്യന് താങ്ങാൻ വയ്യാത്ത ഒരു ഇത് വരും. അങ്ങനെയാണ്. അതും നമുക്ക് ഇത്തിരി ഒരു 5000 ഇത് എനിക്കിപ്പം തൈറോയിഡിൻ്റെ ഇത് തന്നെ ഉള്ളത് കൊണ്ട് തൈറോയിഡ് 3 മാസം അത് പിന്നെ എന്നാണ് തൈറോയിഡ് കൂടുതലായപ്പോഴായിരുന്നു എനിക്ക് ഒത്തിരി ക്ഷീണമൊക്കെ ആയത്. അപ്പോഴതിലേ ചെന്ന് തൈറോയിഡ് ചെക്ക് ചെയ്തപ്പം തൈറോയിഡ് കൂടുതലായിരുന്നു. അങ്ങനെ 75 മില്ലി ആക്കിയത്. 3 മാസം കഴിച്ചിട്ട് വീണ്ടും ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞതാണ്. ഞാൻ ചിരിക്കുന്നു. അപ്പോൾ എല്ലാവരും പറയും അവരെല്ലാം മാസത്തിലൊരു ദിവസം തൈറോയിഡ് കൃത്യമായിട്ടും ചെക്ക് ചെയ്യും. എന്നോട് 3 മാസം ചെക്ക് ആകുമ്പം മരുന്ന് കഴിച്ചിട്ട് കൃത്യമായിട്ട് ചെക്ക് ചെയ്യും. ഞാൻ ഈ പറഞ്ഞ കണക്ക് നമ്മൾ ഈസി ആയിട്ട് കരുതുന്നതല്ല. ഈ തൈറോയിഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒരു വല്ലാത്തൊരു മഹാമാരി അസുഖമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ അവയവങ്ങളെയും ഹാർട്ടിനെയും കിഡ്നിയെയും എല്ലാം ബാധിക്കുന്ന ഒരു ഇതാണെന്നുള്ളത് നമ്മളെപ്പോഴും മറന്നു പോകുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കുമ്പം തൊട്ടേ നവാസ് 5 എന്ന് പറഞ്ഞൊരു ഗുളിക കൊളസ്ട്രോളൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് ഇനിയിപ്പം പോയി എല്ലാം ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്യണം. എനിക്ക് ചെയ്യേണ്ട ആവശ്യങ്ങൾ, പ്രധാനമായിട്ടും ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ട്. ഇപ്പോൾ എല്ലാം ഒന്ന് ചെക്ക് ചെയ്തേ പറ്റൂ. ഒരേ സമയത്തൊക്കെ ഒരു കുത്തലും വേദനയാണ്. രാവിലെ വെറും വയറ്റിൽ പോയി ചെയ്യണം. അപ്പോൾ ഈ പരീക്ഷയുടെ ഒരിതും ഇന്നലെയും വൈകിട്ട് ഞാൻ ക്ലാസ്സിന് പോയെന്ന് പറഞ്ഞാൽ ഇന്നലെ ലാസ്റ്റ് ക്ലാസ്സായിരുന്നു. ഇനി അടുത്ത ഞായറാഴ്ചയിലൊന്ന് നമുക്കുള്ള സാറന്മാരെ എല്ലാവരെയും കൂടെ ഒത്തുകൂടി ഞാൻ കുറച്ച് ഇതിനൊക്കെ അമ്മയുടെ മരണമൊക്കെ ആയപ്പോഴൊക്കെ എനിക്ക്
വെക്കുവാനൊന്നും പറ്റിയില്ല. ഞാൻ ഒന്നാമത് എനിക്ക് ലാസ്റ്റാണ് ഞാൻ അങ്ങനെയൊക്കെ ഒത്തിരി ഇതുണ്ട്. പിന്നെ ഉള്ള ദിവസമെങ്കിലും സാറന്മാരൊക്കെ എല്ലാവരും വരുന്നു. അപ്പം അടുത്ത ആഴ്ച സെൻഡ് ഓഫാണ്, ഞായറാഴ്ച ഇരുന്ന് പോകണം. എല്ലാവരും ഒരു കളർ ഡ്രസ്സ് ഇടണമെന്നൊക്കെയാണ് ആദ്യം പ്ലാൻ വെച്ചത്. അങ്ങനെയാണ് ഇപ്പോഴും പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ അത് ആ കളറിനോട് ചേരുന്ന ഉള്ള ഡ്രസ്സങ്ങളായിട്ടുണ്ട് പോകും എല്ലാവരും. ഇവിടെ നിന്ന് എനിക്ക് 7:45 മണിക്ക് ഇറങ്ങിയെങ്കിലേ ഇവിടെ നിന്നൊരു ട്രാൻസ്പോർട്ടുണ്ട്. ആ ട്രാൻസ്പോർട്ട് ചെന്ന് ചിങ്ങേലി ഇറങ്ങിയെങ്കിൽ ഒരു മിനിറ്റ് താമസിച്ചാൽ മറ്റേ വണ്ടി കിട്ടത്തില്ല. അങ്ങനെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓർമ്മിക്കാതെ എല്ലാം പറക്കിയിട്ട് അഞ്ഞി പൊരിച്ചിട്ട് വെച്ചേക്കാം. കുറച്ചങ്ങ് ഫ്രിഡ്ജിൽ വെച്ചേക്കാം. നാളെ എടുത്ത് വറക്കാമെന്നാണ് വിചാരിച്ചത്. വീഡിയോയിൽ കാര്യം പറഞ്ഞിരുന്ന എല്ലാം പറക്കി പൊരിച്ചിട്ട് വെച്ചേക്കാം. നാളെ മീൻ മേടിപ്പില്ല, അങ്ങനെ വേണം. അല്ലാതെ എന്നും മീൻ മേടിച്ച് 2 പേരല്ലേ ഉള്ളൂ, അത്രയൊക്കെ മതി. അപ്പം നമ്മുടെ നല്ല ഫ്രൈയും മീൻ കറിയും ഒരുവിധം റെഡിയായിക്കൊണ്ടിരിക്കുന്നു. തീ നല്ലപോലെ കുറച്ച് വെച്ചു. പൊരിക്കാനുള്ളതും അത് തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് എന്തെങ്കിലും ഒരു കൂട്ട് വയ്ക്കണമല്ലോ. അതിന് വേണ്ടി മോള് കാലത്തെ അക്കരയൊന്ന് വന്നപ്പോഴത്തേക്ക് എനിക്ക് ചേന പുഴുങ്ങാനും കൊണ്ടുവന്ന്. നമുക്ക് ഈ ഹോർമോണിനൊക്കെ ഏറ്റവും നല്ല ഒരിതാണ് ഹോർമോണിൻ്റെ ഇതിനൊക്കെ ചേന പുഴുങ്ങി തിന്നുന്നത്. ഇത് പയറിൻ്റെ ഇലയാണ്. ഏറ്റവും നല്ല ഒരു ഗുണമുള്ള ഒരു ഇതാണ് ഈ പയർ. കണ്ടോ, പയറിൻ്റെ ഇല തോരൻ വയ്ക്കാനായിട്ട് ഇവിടെ തന്നു. അപ്പോൾ ഇന്ന് ഞാൻ വയ്ക്കുന്നത് പയറിൻ്റെ ഇലയാണ്. അതിനി ഒന്ന് അരിഞ്ഞെടുക്കണം. അത് ഞാനൊന്ന് അരിഞ്ഞെടുക്കട്ടെ. അപ്പം പയറില അരിഞ്ഞത് തോരൻ വയ്ക്കാനായിട്ട് ഗ്യാസിലേക്ക് വെച്ചു. ഞാൻ ഒരു തോരൻ വയ്ക്കാനും ഞാൻ കടുവറുത്തല്ല വയ്ക്കുന്നത് കേട്ടോ. എനിക്ക് കടുവറുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം പോകും. ഞാനതുകൊണ്ട് അതിൽ കുറച്ചുള്ള ടേസ്റ്റ് മതി. ഞാൻ കടുവറുത്ത് വയ്ക്കാറില്ല. തീ കുറച്ച് ഉപ്പിടണം. ഇവിടെ നിന്ന് എടുത്ത് കൊണ്ടുവച്ചേക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ടു.
ജീരകം പൊടിച്ചത്, മുളക് വെച്ചിരുന്നത് കാണുന്നില്ല. വേണമെങ്കിൽ ശകലം വെള്ളം ആവശ്യമെങ്കിൽ കുടഞ്ഞു കൊടുക്കുക, ഇല്ലെങ്കിൽ വേണ്ട. ഒന്നും ഈ അളപ്പ് ശരിയാവുന്നില്ല. പയറുതോരൻ്റെ ഗുണങ്ങളൊന്നും നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് എന്നും ഊണിൻ്റെ കൂടെ ഒരു ഇലക്കറി ഉപയോഗിക്കാമെങ്കിൽ ഏറ്റവും നല്ലതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുത്തു വിടുമ്പം ഒരു ഇലക്കറിയും കൂടി കൂട്ടി കൊടുക്കാമെങ്കിൽ അതിൽ പരം ഇത് വേറൊന്നുമില്ല. കഴിവതും നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊടുത്തു വിടുമ്പോഴത്തേക്ക് രാവിലത്തെ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ഒരിക്കലും അതൊരു ടീച്ചർ പറയുന്നതായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിവതും 10 മണിക്കല്ലാതെ കൊടുത്തു വിടരുത്. ഇത് അത് നമുക്ക് തോരനൊന്ന് തുറന്നു നോക്കാം. ശ്രീ കൃഷ്ണ അപ്പോൾ നമ്മുടെ പയറുതോരൻ റെഡിയായിട്ടുണ്ട്. കണ്ടോ, പയറുതോരൻ റെഡിയായിട്ടുണ്ട്. ഇറക്കി വെച്ചിട്ട് പുളിശ്ശേരി ഇത്തിരി ഒന്ന് ഒഴിക്കാനായിട്ടൊന്ന് ഒഴിച്ചെടുക്കട്ടെ. മോരുകറിയാണ്. തൈര് അരപ്പും വെള്ളവും കഴിഞ്ഞിട്ട് അടുത്തോട്ട് വെച്ചത്. ഇത് നമുക്ക് നല്ല സൂപ്പർ കട്ട തൈര് ഉടയ്ക്കട്ടെ. നമ്മൾ തന്നെ ഉറയടിച്ച് വെച്ചേക്കുന്ന തൈരാണ്. ഉറക്കി വെച്ചിട്ട്
അതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കട്ടെ. ഇട്ട് കൊടുത്തു. സൂപ്പർ പുളിശ്ശേരി കേട്ടോ. പുളിശ്ശേരി മാത്രം മതി നമുക്ക് ചോറ് തിന്നാൻ. അതാണ് നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന നാടൻ ഏത് സാധനങ്ങളായാലും അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം ഈ മാറ്റി ഇനി കടുക് വറുക്കാൻ. അപ്പോൾ കടുക് വറുക്കാനായി എണ്ണ അടുപ്പിലേക്ക് വെച്ചു. കടുക് ഇട്ടു. കറിവേപ്പിട്ടു. ഉലുവ. കടുക് വറുത്തിന്ന് നമുക്ക് നമ്മുടെ മോര് കറിയിലേക്ക് നമ്മുടെ ആദ്യം മീൻ കറിയിലേക്ക് ഒരു ശകലം കടുക് വറുത്ത ഞാനൊന്ന് ഇട്ട് കൊടുക്കട്ടെ. എന്നിട്ട് തക്കാളിക്ക് ഞാൻ ഒരു മുറി തക്കാളിക്ക് മീനിലിട്ടോളൂ. ഒരു മുറി തക്കാളിക്ക് മോര് കറിയിൽ തക്കാളിയും കൂടി ഇടുമ്പോൾ അത് വേറൊരു ടേസ്റ്റാണ്.
നമ്മുടെ പുളിശ്ശേരിയും റെഡിയായി. നമ്മുടെ പുളിശ്ശേരിയും റെഡിയായി. വെട്ടം കിടക്കുന്നു. നമ്മുടെ മീനും റെഡിയായിട്ടുണ്ട്. നമ്മുടെ ഊണൊക്കെ റെഡിയായി. വെട്ടം ഇതായി തൂത്ത് പാത്രമൊക്കെ തേച്ച് വൃത്തിയാക്കി. നമ്മുടെ ഇന്നത്തെ ഊണ് കണ്ടോ റെഡിയായിട്ടുണ്ട്. ഊണ്, ചോറ്, ചീര, മീൻ പൊരിച്ചത്, മോരുകറി, മീൻ കറി. അമ്മേരെ ഫോട്ടോ മുകളിലെടുത്ത് വെച്ചേക്കാണ്. നമ്മൾ ചോറ് കഴിക്കുന്നു. ചോറ് കഴിക്കട്ടെ. അപ്പം ഇന്നെൻ്റെ പ്ലേറ്റൊക്കെ കണ്ടോ എനിക്ക് കുറേ ദിവസമായിട്ടിപ്പം ചോറ് ആഹാരം കഴിക്കുന്നത് ചോറ് ഒക്കെ കാണുമ്പോഴത്തേക്ക് അങ്ങ് അല്ലാതെ എന്തെങ്കിലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അതിരിക്കെ ബിസ്ക്കറ്റോ ബ്രെഡോ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതൊക്കെയായിരുന്നു കഴിക്കുകയും ആഹാരം അങ്ങ് വെറുത്ത ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച തന്നെ ചോറ് കൊണ്ടുപോയില്ല. ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ സ്കൂളിൽ വരെ കൊണ്ടുപോയത്. സ്കൂളിലെല്ലാം ഞാൻ പഠിക്കാൻ പോകുന്ന. അങ്ങനെ എന്നോട് കൂട്ടുകാരെല്ലാം അവിടെ കൊണ്ട് ചെന്ന് കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ആ ഒരു ഒറ്റ ഒരു ഇതാണ് അതാണ് അങ്ങനെ പങ്കിട്ട് കഴിക്കുന്ന ഒരിതാണ്. ആ പഴയ കാലം നമുക്ക് തിരിച്ചു കിട്ടിയ ആ ഒരു ഇതാണ്. അത് അങ്ങനെയാണല്ലോ, പഴയ കാലം തന്നെയാണല്ലോ. പോസ്റ്റോം വന്ന് കൊണ്ട് നിർത്തിയതാണ്. മോക്കം തരാൻ വന്നതാണ്. അപ്പോൾ അതിവിടെ കൊണ്ടുവന്നിട്ടേക്കുന്നു. അപ്പോൾ ആ ഒരു ഇതൊക്കെ ഇരുന്ന് നമുക്ക് എല്ലാവരും ഉച്ചയാകുമ്പോഴത്തേക്ക് എല്ലാവരും ആ ഒത്തുകൂടിയുള്ള ആ ഒത്തൊരുമയും അതൊക്കെ കാണുമ്പം നമുക്ക് തന്നെ ഒരു പ്രത്യേക ഒരു ഇതാണ്. എത്ര വയ്യാതിരുന്നാലും നമുക്ക് ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണമെന്ന് തോന്നും. ഇപ്പോൾ അടുത്ത ഞായറാഴ്ച നമ്മളെ ലാസ്റ്റ് ക്ലാസ് ഇന്നലെ ആയിരുന്നു. ഇനി സെൻറ്റ് ഓഫാണ്. സാറന്മാരെല്ലാവരും ഒക്കെ വന്ന് ആ ഒരിതാണ്. എന്നാലും ആ ഒരുപാട് ഓർമ്മകൾ നമുക്ക് മനസ്സിലേക്ക് വീണ്ടും കിട്ടുകയാണ്. എന്തായാലും പോയി നല്ലപോലെയൊക്കെ എഴുതി നല്ലതായിട്ടൊക്കെ വരണം. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇപ്പോൾ ചോറൊക്കെ കഴിച്ചു. അണ്ണൻ ചോറ് കഴിച്ചിട്ട് എണീറ്റ് പോയി. അണ്ണനെ ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ വീഡിയോയിൽ കൂടുതൽ അണ്ണനെ ഒന്നും സംസാരിക്കാത്തതാണ്. അണ്ണനെ ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല വീഡിയോ പിടിക്കുന്നതൊക്കെ. അപ്പോൾ ഒരു പരുവത്തിലെ അണ്ണനെ ഇങ്ങനെ കാണിക്കുന്നതാണ്. ചിലർക്ക് വീഡിയോയിൽ വരാൻ താല്പര്യം കാണത്തില്ലല്ലോ. അണ്ണൻ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്നേ എൻ്റെ വീഡിയോ ഒക്കെ കയറിയതായി പോയതിനായിരുന്നു. അപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കത്തില്ലല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ആദ്യം വീഡിയോയിൽ ആദ്യം ഞാൻ ഇതെടുത്തിട്ടില്ല. എന്താണ് അപ്പോൾ ഇത്രയൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ വിശേഷം. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ കമൻറ്റ് എന്താണ് കമൻറ്റ് വീഴാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വീഡിയോ കണ്ടിട്ട് കമൻറ്റ് വീഴുന്നില്ല. കമൻറ്റ് ഇട്ടെങ്കിലല്ലേ എനിക്ക് എന്തെങ്കിലും പോരായ്മകളുള്ളതോ. അങ്ങനെ ഞാൻ എപ്പോഴും എല്ലാവരുടെയും ഞാൻ പറയുന്ന കാര്യമാണ് കമൻറ്റ് ഇടണേ എന്ന്. അപ്പോൾ നിങ്ങളെല്ലാവരും കമൻറ്റ് ഇട്ടും കൂടി എല്ലാ ഇതും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. നല്ല സൂപ്പർ ഊണായിരുന്നു. ചോറും പയറില തോരനും നല്ല നെയ്ച്ചാള കൂട്ടാൻ വെച്ച് നാടൻ രീതിക്ക് മീൻ കറി വെച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ മീൻ കറി ഉണ്ടല്ലോ, നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. നാടൻ ചാള 2 വറുത്തു. പിന്നെ നമ്മുടെ മോര് കറിയും. അങ്ങനെ അതുകൊണ്ട് നാടനരി ചോറും നല്ല സൂപ്പറായിട്ട് കഴിച്ചു. വയർ നിറഞ്ഞു. അണ്ണ എണീച്ച് പോയി കഴിച്ചിട്ട്. അപ്പോൾ ഇത്രയും തന്നെയായിരുന്നു ഇന്നത്തെ വിശേഷം.
അപ്പം നല്ല ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ടാറ്റാ ബായ്.